ഹായ് ഓൾ. കൈ വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ ഒരു പ്രത്യേക പരിധിയിൽ മാത്രം സാധാരണയായിട്ട് ഒരു 60 മുതൽ ഒരു 120 വരെ കഠിനമായ വേദന അനുഭവപ്പെടുന്നതിനെയാണ് പെയിൻഫുൾ ആർക്ക് എന്ന് പറയുന്നത്. ഇത് വരാനുള്ള ഒരു കാരണമാണ് ഇംപിഞ്ച്മെന്റ് സിൻഡ്രം, അതായത് തോളിലെ അസ്ഥികൾക്കിടയിലുള്ള വിടവ് കുറയുന്നത് മൂലം ടെൻഡനുകൾ അവിടെ അമർത്തപ്പെടുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. ഈ വേദന കുറയ്ക്കാനും നമ്മുടെ സ്കാപ്പുലോ ഹ്യൂമറൽ റിതം മെച്ചപ്പെടുത്താനും ധാരാളം എക്സർസൈസ് ഉണ്ട്. അതിൽ ഒരു എക്സർസൈസിൽ നമ്മൾ വരുന്ന മിസ്റ്റേക്സ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തോളൽ ഉയർത്തുക, അതായത് കൈ മുകളിലേക്ക് ഉയർത്തുമ്പോൾ അറിയാതെ തന്നെ തോളല് ചെവിയുടെ അടുത്തേക്ക് ഉയർത്തുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അക്രോമീൻ എന്ന് പറഞ്ഞ എല്ലും കയ്യിലെ ഹ്യൂമറസ് എന്ന് പറഞ്ഞ എല്ലും തമ്മിലുള്ള അകലം വീണ്ടും കുറയുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ടെൻഡൻസിനെ കൂടുതൽ അമർത്താനായിട്ട് കാരണമാകും. ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തോളല്ലുകൾ എപ്പോഴും താഴ്ത്തി പുറകോട്ട് വലിച്ചു വെച്ച്, അതായത് സ്കാപ്പുലർ ഡിപ്രഷൻ എന്ന് പറഞ്ഞ പൊസിഷനിൽ വേണം കൈ ഉയർത്താൻ. അടുത്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ റൊട്ടേഷൻ, അതായത് കൈപ്പത്തി ഉള്ളിലേക്ക് തിരിച്ചു വെക്കുക. നമ്മൾ എക്സർസൈസ് ചെയ്യുമ്പോൾ കൈപ്പത്തി ചുവരിന് അഭിമുഖമായി വെച്ചോ അല്ലെങ്കിൽ തള്ളവിരൽ ഉള്ളിലേക്ക് തിരിച്ചു പിടിച്ചോ വോൾ സ്ലൈഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ പൊസിഷനിൽ കൈ ഉയർത്തുമ്പോൾ ഹ്യൂമറസ് എന്ന് പറഞ്ഞ എല്ലിൻ്റെ ഭാഗം, അതിനൊരു ഭാഗത്തിൻ്റെ പേരാണ് ഗ്രേറ്റർ ട്യൂബറോസിറ്റി, ആ ട്യൂബറോസിറ്റി എന്ന് പറഞ്ഞ ഭാഗം അക്രോമിനിൽ വേഗത്തിൽ തട്ടുകയും ഞെരുക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനെന്താണ് നമുക്കൊരു പരിഹാരം? തള്ളവിരൽ നമ്മളുടെ മുഖത്തിന് നേരെ വരുന്ന രീതിയിലോ, അല്ലെങ്കിൽ അതിന് ന്യൂട്രൽ ഗ്രിപ്പ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കൈപ്പത്തികൾ പരസ്പരം നോക്കുന്ന രീതിയിലോ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ വേണം വ്യായാമം ചെയ്യാൻ. ഇത് എല്ലുകൾക്കിടയിൽ കൂടുതൽ സ്ഥലം ഉണ്ടാകാൻ സഹായിക്കുന്നു. വേറെ ഒരു മിസ്റ്റേക്ക് എന്താണ്? നട്ടെല്ല് വളയ്ക്കുക, അതായത് കൈകൾ ചുവരിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ പ്രയാസം തോന്നുമ്പോൾ പലരും നട്ടെല്ല് പുറകോട്ട് ഇങ്ങനെ വില്ല് പോലെ വളയ്ക്കാറുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? തോളിലെ പേശികൾക്ക് വ്യായാമം ലഭിക്കുന്നതിന് പകരം നട്ടെല്ലിനാണ് അവിടെ അനാവശ്യമായ സമ്മർദ്ദം ഉണ്ടാകുന്നത്. തോളിലെ സന്ധിയുടെ ഒരു ശരിയായ ചലനമുണ്ട്, നമ്മളതിനെ സ്കാപ്പുലോ ഹ്യൂമറൽ റിതം എന്നാണ് പറയുന്നത്. ആ റിതം അവിടെ തടസ്സപ്പെടുകയും ചെയ്യുന്നു. ഇതിനെന്താണ് പരിഹാരം? അല്ലെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാം? വയറിലെ പേശികൾ മുറുക്കുക, നമ്മൾ കോർ മസിൽസ് ടൈറ്റ് ചെയ്യുക, ശരീരം നേരെ വെച്ച് മാത്രം കൈ ഉയർത്തുക. എത്ര ദൂരം നമുക്ക് വേദന ഇല്ലാതെ ഉയർത്താൻ പറ്റുമോ അത്രയും ദൂരം മാത്രം ചെയ്യുക. മറ്റൊരു മിസ്റ്റേക്ക് എല്ലാവരും എന്താ ചെയ്യുന്നത്? വേദന സഹിച്ചാലേ മാറ്റം വരൂ എന്ന ധാരണയിൽ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ക്യാച്ചിങ് പെയിൻ ഉണ്ടായാലും ആ വേദനയെ അവഗണിക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓരോ തവണ വേദന എടുക്കുമ്പോഴും അവിടെയുള്ള ടെൻഡൻസ് കൂടുതൽ ഉരസുകയും നമുക്ക് കൂടുതൽ ഇൻഫ്ലമേഷൻ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ രോഗാവസ്ഥയെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ട് നമ്മൾ വേദന തുടങ്ങുന്ന പോയിന്റിന് തൊട്ട് മുമ്പ് വരെ മാത്രം കൈ ഉയർത്തുക. പതിയെ പേശികൾക്ക് അയമ്പ് വരുമ്പോൾ മാത്രം ആ ദൂരം നമ്മൾ ചെയ്താൽ മതി. കൈകളും വിരലുകളും അമിത വേഗത്തിൽ ചലിപ്പിക്കാതെ കൺട്രോൾഡ് ആയിട്ട് സാവധാനം